Hi students, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് about pulse transformers and optical isolators. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൾസ് ട്രാൻസ്ഫോമേഴ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. Okay, so pulse transformers are basically the transformers which couple a source of pulses of electrical energy to a load with its shape and other properties unchanged. നേരത്തെ നമ്മൾ UJT ട്രിഗറിംഗ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പൾസ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് അവിടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് കപ്പാസിറ്റർ യുജെടിയിലൂടെ ഡിസ്ചാർജ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പൾസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ പൾസ് ഓഫ് കറണ്ട് തന്നെയാണ് നമുക്ക് എങ്ങോട്ട് കിട്ടിയിട്ടുള്ളത്, സെക്കൻഡറിയിലോട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നത്. എവിടെ നമ്മൾ UJT ട്രിഗറിംഗ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമർ എന്തായിരുന്നു, പൾസ് ട്രാൻസ്ഫോമർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പ്രൈമറിയിൽ ഏത് ഷേപ്പാണോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏത് പ്രോപ്പർട്ടീസിലുള്ള പൾസാണോ ഉണ്ടായിരുന്നത് അതേ സെയിം പൾസിന് നമുക്ക് എങ്ങോട്ടും കിട്ടും, സെക്കൻഡറിയിലോട്ടും കിട്ടും. അപ്പോൾ ഇതാണ് പൾസ് ട്രാൻസ്ഫോമറിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ഓക്കെ, സോ പൾസ് ട്രാൻസ്ഫോമേഴ്സ് ആർ ബേസിക്കലി ദ ട്രാൻസ്ഫോമേഴ്സ് വിച്ച് കപ്പിൾ എ സോഴ്സ് ഓഫ് പൾസസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു എ ലോഡ് വിത്ത് ഇറ്റ്സ് ഷേപ്പ് ആൻഡ് അതർ പ്രോപ്പർട്ടീസ് അൺചേഞ്ച്ഡ്. Okay, power electronics നമ്മൾ ബേസിക് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. ദേ ആർ പെർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ ട്രിഗറിംഗ് SCRs, ട്രയാക്ക് ഒക്കെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബേസിക് ആയിട്ട് പൾസ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇതാണ് പൾസ് ട്രാൻസ്ഫോമർ, ഈ കാണിച്ചിട്ടുള്ളതാണ് പൾസ് ട്രാൻസ്ഫോമർ. സോ പൾസ് ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ടു കപ്പിൾ എ ട്രിഗർ പൾസ് ജനറേറ്റർ ടു എ തൈറസ്റ്റർ in order to obtain electrical isolation between two circuits. Okay, അതായത് നമുക്കറിയാം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് SCR സ്വിച്ച് ഒരു പെർട്ടിക്കുലർ SCR ഒരു പെർട്ടിക്കുലർ ലോഡിനെ സപ്ലൈ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ ലോഡ് എന്ന് പറയുമ്പോൾ ഹൈ പവർ ലോഡ് ആയിരിക്കും. നമ്മൾ ഈ പൾസ് ജനറേറ്റ് ചെയ്യുന്ന ട്രിഗർ പൾസ് ജനറേറ്റ് ചെയ്യുന്ന പൾസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന കൺട്രോൾ സർക്യൂട്ട് ഒക്കെ ലോ പവർ സർക്യൂട്ട്സ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ ലോ പവർ സർക്യൂട്ടിനെയും ഹൈ പവർ സർക്യൂട്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യണം, അവരുടെ ഐസൊലേഷൻ വേണം. ആ ഐസൊലേഷനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പൾസ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ പൾസ് ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ടു കപ്പിൾ എ ട്രിഗർ പൾസ് ജനറേറ്റർ to a thyristor in order to obtain electrical isolation between the two circuits. Okay, so the transformer commonly used for thyristor control are of two types. രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് 1:1 2 winding transformers, അടുത്തത് എന്താണ് 1:1:1 3 winding transformers. ഓക്കെ, സോ ഇതിലുള്ള സീരീസ് റെസിസ്റ്റർ ആർ എയ്തർ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള സീരീസ് റെസിസ്റ്റർ ആർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ദി സീരീസ് റെസിസ്റ്റർ ആർ എയ്തർ റെഡ്യൂസസ് ദ ഹോൾഡിംഗ് കറന്റ് or balances the gate current in a 3 winding transformer connected to 2 SCRs. അതുപോലെ തന്നെ ഈ ഡയോഡ് എന്താ ചെയ്യുന്നത്, സീരീസ് ഡയോഡ് ഡി പ്രിവെന്റ്സ് റിവേഴ്സ് ഗേറ്റ് കറന്റ് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്, ഡയോഡ് ഡി യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക് ആയിട്ട് പൾസ് ട്രാൻസ്ഫോമേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് 1:1 2 വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സും 1:1:1 3 വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ നമുക്ക് പൾസ് ട്രാൻസ്ഫോമേഴ്സ് ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പൾസ് ട്രാൻസ്ഫോമേഴ്സ് ആർ ബേസിക്കലി ദ ട്രാൻസ്ഫോമേഴ്സ് വിച്ച് കപ്പിൾ എ സോഴ്സ് ഓഫ് പൾസസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു എ load with its shape and other properties unchanged, and they are particularly useful for triggering SCRs, triacs, etc. ഇവിടെ നമ്മൾ സർക്യൂട്ടിലോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പൾസ് ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ടു കപ്പിൾ എ ട്രിഗർ പൾസ് ജനറേറ്റർ ടു എ തൈറിസ്റ്റർ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ബിറ്റ്വീൻ ടു സർക്യൂട്ട്സ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ പവർ സർക്യൂട്ടും അതുപോലെ തന്നെ കൺട്രോൾ സർക്യൂട്ടും തമ്മിൽ ഐസൊലേഷനും കൂടി വേണം. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പൾസ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ദ ട്രാൻസ്ഫോമേഴ്സ് കോമൺലി യൂസ്ഡ് ഫോർ തൈറിസ്റ്റർ കൺട്രോൾ ആർ ഓഫ് ടു ടൈപ്സ്. ഒന്ന് 1:1 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ, നെക്സ്റ്റ് 1:1:1 3 വൈൻഡിങ് ട്രാൻസ്ഫോമർ. ഇതിൽ നമ്മൾ ഈ സീരീസ് റെസിസ്റ്റർ ആറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എയ്തർ റെഡ്യൂസസ് ദ ഹോൾഡിംഗ് കറന്റ് ഓർ ബാലൻസസ് ദ ഗേറ്റ് കറന്റ് ഇൻ എ 3 വൈൻഡിങ് ട്രാൻസ്ഫോമർ കണക്റ്റഡ് ടു 2 SCRs. ഇതിന്റെ സീരീസ് ഡയോഡ് ഡിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ റിവേഴ്സ് ഗേറ്റ് കറന്റ്. ഓക്കെ, ഈ കാണിച്ചിട്ടുള്ളതാണ് 1:1:1 1:1:1 3 വൈൻഡിങ് ആയിട്ടുള്ള പൾസ് ട്രാൻസ്ഫോമർ ദാറ്റ് ഈസ് സപ്ലൈയിങ് 2 SCRs. രണ്ട് തൈറസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന 1:1:1 3 വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ്, അതായത് 3 വൈൻഡിങ് പൾസ് ട്രാൻസ്ഫോമേഴ്സ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ സർക്യൂട്ട് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എങ്ങനെയാണ് 1:1:1 പൾസ് ട്രാൻസ്ഫോമേഴ്സും അതേപോലെ 1:1 ടൈപ്പിന്റെ ഒരു രീതിയിലുള്ള കണക്ഷനാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് പൾസ് ട്രാൻസ്ഫോമർ കണക്ഷൻ ഫോർ 2 SCRs. ദാറ്റ് ഈസ് 1:1 ടൈപ്പ്. ഈ 1:1 ടൈപ്പ് നമുക്ക് വേറെ രീതിയിലും കൂടി കണക്ട് ചെയ്യാം. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് പൾസ് ട്രാൻസ്ഫോമേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് 1:1 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ, അതിലൊരു ടൈപ്പാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അടുത്ത ടൈപ്പാണ് ഇത്. Okay, next one is
1:1:1 3 വൈൻഡിങ് ട്രാൻസ്ഫോമർ അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് എന്താണ് പൾസ് ട്രാൻസ്ഫോമർ എന്ന് നമ്മൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് എന്താണ് പൾസ് ട്രാൻസ്ഫോമർ എന്ന് ഈ സർക്യൂട്ട് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് അത് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? 1:1 2 വൈൻഡിങ് ട്രാൻസ്ഫോമറും 1:1:1 3 വൈൻഡിങ് ട്രാൻസ്ഫോമറും. അതിന്റെ ഫിഗറും കൂടി ഒന്ന് വരച്ചു വയ്ക്കും. ഇത്രയും മതി പൾസ് ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നീഡ് ഫോർ ഒപ്റ്റിക്കൽ ഐസൊലേഷൻ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പൾസ് ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് വാട്ട് ഇസ് എ നീഡ് ഫോർ ഒപ്റ്റിക്കൽ ഐസൊലേഷൻ? ഓക്കെ, നമ്മൾ ഈ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത കൺട്രോൾ സർക്യൂട്ട്. അപ്പോൾ ഈ കൺട്രോൾ സർക്യൂട്ട് യൂഷ്വലി എന്തായിരിക്കാം? ലോജിക് സർക്യൂട്ട് ഇസ് യൂഷ്വലി IC ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ ആവാം. ഓക്കെ, എന്തെങ്കിലും ആവാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആർഡിനോ ബോർഡാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ആർഡിനോ ബോർഡ് ആയിരിക്കും കൺട്രോൾ സർക്യൂട്ട്, അല്ലേ? സോ ദ ലോജിക് സർക്യൂട്ട് യൂഷ്വലി എന്തായിരിക്കും? ഒരു IC ആയിരിക്കും. ആൻഡ് അതിന്റെ ഔട്ട്പുട്ട് E0 വിൽ ബി എയ്തർ അറ്റ് 0 വോൾട്ട് അല്ലെങ്കിൽ +5 വോൾട്ട്. ഇനി +5 അല്ലാണ്ട് വേറെ വോൾട്ട് ആണെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന എത്ര വോൾട്ടേജ് എന്ന് വെച്ചാൽ ആ വോൾട്ടേജ് ആയിരിക്കും യൂഷ്വലി ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരാം. നമ്മളെ പൾസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന ICന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരും. ഓക്കെ, സോ ദ ലോജിക് ഔട്ട്പുട്ട് E0 വിൽ ബി എയ്തർ അറ്റ്, നമ്മൾ ഈ ഒരു കേസിൽ 5 വോൾട്ട് കൊടുത്തു തന്നിട്ട് എയ്തർ അറ്റ് 0 വോൾട്ട് ഓർ അറ്റ് +5 വോൾട്ട്. ഓക്കെ, സോ വെൻ ഇറ്റ് ഈസ് അറ്റ് 0 വോൾട്ട് എന്താ സംഭവിക്കാം? നമ്മളെ SSCRന് എന്തായിരിക്കും? ഗേറ്റിൽ നമ്മൾ സഫീഷ്യന്റ് 0 വോൾട്ട് ആണ് കൊടുക്കുന്നത് വെച്ചാൽ ഗേറ്റിന്റെയും കാത്തോണിന്റെയും അക്രോസ് വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ല. SSCR എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദ ലോഡ് വിൽ റിസീവ്, ദ ലോഡിൽ എന്ത് ചെയ്യില്ല? ഈ നമുക്ക് 230 വോൾട്ട് AC റിസീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ SSCR ഓൺ ആയാൽ മാത്രമേ AC എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു സർക്യൂട്ട് നമുക്ക് കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലേ? അപ്പോൾ വെൻ ദ ലോജിക് ഔട്ട്പുട്ട് ഒന്നില്ലെങ്കിൽ 0 ആവാം അല്ലെങ്കിൽ 5 ആവാം ഈ ഒരു സർക്യൂട്ട് പ്രകാരം. അപ്പോൾ 0 വോൾട്ട് ആണെങ്കിൽ എന്താ സംഭവിക്കുക? when it is at 0 വോൾട്ട് SSCR എന്തായിരിക്കും? ഓഫ് ആയിരിക്കും. ആൻഡ് ദ ലോഡ് റിസീവ്സ് നോ പവർ ഫ്രം ദ AC സോഴ്സ്. ഓക്കെ, ഇനി when E0 is at +5 വോൾട്ട് എന്താ സംഭവിക്കുക? SSCR ഓൺ ആവും ആൻഡ് 230 വോൾട്ട് AC is switched to the load. ഓക്കെ, സോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ ടു ഹാവ് എ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ എന്താണ്? ലോ പവർ കൺട്രോൾ സർക്യൂട്ടറി ആൻഡ് ഹൈ പവർ ലോഡ്. അപ്പൊ നമുക്ക് അത് ഡിസൈറബിൾ അല്ല ഡയറക്റ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യണത്? വൺ റീസൺ, അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ദ പോസിബിലിറ്റി ഓഫ് നോയ്സ് ബീങ് കപ്പിൾഡ് ഫ്രം ദി ഹൈ കറന്റ് സർക്യൂട്ട് ടു ദി ലോജിക് സർക്യൂട്ട്. ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നോയ്സ് ഉണ്ടാവും ബീങ് കപ്പിൾഡ് ഫ്രം ദി ഹൈ കറന്റ് സർക്യൂട്ട് ടു ദി ലോജിക് സർക്യൂട്ടറി. വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ അനദർ റീസൺ ഇസ് ദ പോസിബിലിറ്റി ഓഫ് high voltage from the load circuitry feeding back to the logic circuit as a result of component failure. Okay, so it is necessary to isolate the low power control circuitry from the high power load circuitry. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എന്തായാലും ലോ പവർ കൺട്രോൾ സർക്യൂട്ടറിയും ഹൈ പവർ ലോഡ് സർക്യൂട്ടറിയും നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. ഓക്കെ, അതിന്റെ 2 കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണം നമ്മൾ നോയ്സ്, ഹൈ കറന്റ് സർക്യൂട്ടറിയിൽ നിന്നുണ്ടാകുന്ന നോയ്സ് ലോജിക് സർക്യൂട്ടറിനെ അഫക്ട് ചെയ്യാം. വേറെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് ഫ്രം ദ ലോഡ് സർക്യൂട്ടറി മേ feeding back to the logic circuit as a result of component failure. So it is necessary to isolate the low power control circuitry from the high power load circuitry. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം? ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഐസൊലേഷൻ ആണ് ഐസൊലേഷൻ യൂസിങ് റിലേസ്. ഓക്കെ, അപ്പോൾ ഈ ഐസൊലേഷൻ യൂസിങ് റിലേസ് എന്ന് പറയുന്നതാണ്, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ സ്വിച്ച് എന്ത് ചെയ്യും? ക്ലോസ് ആവും. എന്നിട്ട് നമ്മുടെ ലോഡിലോട്ട് ഈ AC പവർ സപ്ലൈ ആവും. ഇനി ഈ ഔട്ട്പുട്ട് E0 എന്നുള്ളത് 0 വോൾട്ട് ആണെങ്കിൽ എന്തായിരിക്കും? ഈ സ്വിച്ച് ഓഫ് ആയിരിക്കും. അപ്പോൾ ലോഡിലോട്ട് എന്ത് കിട്ടില്ല? പവർ 230 വോൾട്ട് AC പവർ കിട്ടില്ല. അപ്പോൾ ഇതാണ് റിലേസ് വെച്ചുള്ള ഒരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈഡ് ആയിട്ട് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നായിരുന്നു റിലേസ്. റിലേസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ കൺട്രോൾ ആപ്ലിക്കേഷൻസ്. പക്ഷെ അതിൻ്റെതായിട്ട് ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. കാരണം റിലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി ദേ ആർ എക്സ്പെൻസീവ്, ബൾക്കി, അതിന് ഷോർട്ടർ ലൈഫേ ഉണ്ടാവുള്ളൂ, അതുപോലെ സ്പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഈ ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്താൽ മതി? ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള നീഡ് ഫോർ ഒപ്റ്റിക്കൽ ഐസൊലേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നീഡ് ഫോർ ഐസൊലേഷൻ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഐസൊലേഷൻ എന്താണ് അതിന്റെ നീഡ് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം നോയ്സും കപ്പിളിയും അതുപോലെ തന്നെ ഹൈ വോൾട്ടേജും ചിലപ്പോൾ ലോ വോൾട്ടേജ് സർക്യൂട്ടറീസിലോട്ട് ഫീഡ്ബാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ
ഐസൊലേഷൻ നോക്കുന്നത്. അപ്പോൾ ഐസൊലേഷനിൽ ഒരു മെത്തേഡാണ് എന്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പൾസ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇനി ഈ ഐസൊലേഷനിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഐസൊലേഷന്റെ ടെക്നിക്കും ഉണ്ട്. അതേപോലെ നമ്മൾ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടെക്നിക്കായിരുന്നു എന്താണ് റിലേസ് വെച്ചിട്ടുള്ള ഐസൊലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിലേസ് വെച്ചിട്ടുള്ള ഐസൊലേഷനിൽ കുറെ ഡിസഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇനി എങ്ങോട്ട് പോകുന്നു, ഒപ്റ്റിക്കൽ ഐസൊലേഷനിലോട്ട് പോകുന്നു. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒപ്റ്റോ ഐസൊലേറ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഒരു ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് എമിറ്റിംഗ് ഡയോഡ് IRED ആയിരിക്കും നമ്മൾ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, IRED എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് എമിറ്റിംഗ് ഡിവൈസ്. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ലൈറ്റ് സോഴ്സ് IRED, പിന്നെ നമുക്ക് എന്തുണ്ടാവും, ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസും ഒരു സ്വിച്ചിങ് ഡിവൈസും ഉണ്ടാവും. മോസ്റ്റ് കേസസിലും എന്തായിരിക്കും, ഈ ലൈറ്റ് സെൻസിറ്റീവ് ഡിവൈസ് തന്നെ ആയിരിക്കും എന്ത്, സ്വിച്ചിങ് ഡിവൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ എന്താ കാണിച്ചിട്ടുള്ളത്, ദിസ് ഫിഗർ ഇല്ലസ്ട്രേറ്റ്സ് ഹൗ എൻ opto isolator can be used to isolate low power control circuitry from a high power load. അപ്പോൾ ഇവിടെ എന്താ കാണിച്ചിട്ടുള്ളത്, the output from the logic circuit, നമുക്കറിയാം ഒന്നില്ലെങ്കിൽ ഹൈ വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ലോ വാല്യൂ ആയിരിക്കും. The output voltage from the logic circuit provides a relatively low current that is needed to activate the IRED എന്ന് പറഞ്ഞാൽ infrared emitting device, which in turn controls the, ഇവിടെ നമ്മൾ യൂസ് ചെയ്തുള്ള ഡിവൈസ് എന്താണ്, ട്രയാക്. Okay, SSCR ആണെങ്കിൽ SSCR, triac ആണെങ്കിൽ triac. Okay, so the output voltage on the logic circuit will provide the relatively low current that is needed to activate the IRED, which in turn controls the light activated triac. So when E0 0 volt ആണെങ്കിൽ എന്താ സംഭവിക്കുക, IRED is non-conducting and the triac is held off, so the load receives no AC voltage. And when E0 is plus 5 volt, IRED എന്ത് ചെയ്യുന്നു, it conducts the radiant IRED conducts and its radiant energy എന്ത് ചെയ്യും, turns on the triac, switching the AC voltage across the load. So the load receives AC power as long as E0 remains at plus 5 volt. അപ്പോൾ ഇതാണ് ഐസൊലേഷൻ യൂസിങ് ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് നീഡ് ഫോർ ഐസൊലേഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കാരണം എന്താണ്, നീഡ് ഫോർ ഐസൊലേഷൻ എന്തായിരുന്നു, ഒന്ന് നോയ്സ് എന്ത് ചെയ്യും, നമുക്ക് ഹൈ കറണ്ട് സർക്യൂട്ടിൽ നിന്ന് ലോജിക് സർക്യൂട്ടിലിട്ട് ഒരു നോയ്സ് കപ്പിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ദർ ഇസ് ഓൾസോ പോസിബിലിറ്റി ഓഫ് ഹൈ വോൾട്ടേജ് ഫ്രം ദ ലോഡ് സർക്യൂട്ടറി ഫീഡിംഗ് ബാക്ക് ഇൻ ടു ദ ലോജിക് സർക്യൂട്ട് ആസ് എ റിസൾട്ട് ഓഫ് കമ്പോണന്റ് ഫെയിലിയർ. അപ്പോൾ നമുക്ക് ഐസൊലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്താണ്, പൾസ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാം. പൾസ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, 1:1:1 3 വൈൻഡിങ് പൾസ് ട്രാൻസ്ഫോമർ ഉണ്ട്. അതേപോലെ 1:1 ടൈപ്പ് 2 വൈൻഡിങ് പൾസ് ട്രാൻസ്ഫോമേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ ഈ പണ്ട് കാലങ്ങളിൽ ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ് ഒക്കെ വരുന്നതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നതാണ് എന്താണ്, റിലേസ്. അപ്പോൾ റിലേസിന് അതിൻ്റെതായിട്ടുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് റിലേസിനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു, ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ എന്താണ് ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ്, എന്താണ് ഐസൊലേഷൻ്റെ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയൊക്കെ നമുക്ക് പൾസ് ട്രാൻസ്ഫോമേഴ്സും റിലേസും ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സും ഒക്കെ വെച്ചിട്ട് ഈ ഐസൊലേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. എൻ്റെ റിലേസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങോട്ട് വരുന്നത്, ഒപ്റ്റിക്കൽ ഐസൊലേഷനിലോട്ടും വരുന്നത്. ഓക്കെ, സോ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സും അതേപോലെ പൾസ് ട്രാൻസ്ഫോമേഴ്സിനെ പറ്റി നമ്മൾ ബേസിക് ആയിട്ട് ഡിസ്കസ് ചെയ്തു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഒരു ലെക്ചറിൽ കാണാം. താങ്ക് യു സ്റ്റുഡൻസ്.